സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ വർഷം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 20/24. അപ്പോൾ PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറയുന്നത്. ഈ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? തന്നിരിക്കുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതാണ് എന്നതാണ് ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. ശരിയാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. 4ാമത്തേത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കാർഡ്സ് ഏർപ്പെടുത്തിയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർ നടപ്പിലാക്കിയതാണ് കാർട്ടസ് എന്ന വ്യവസ്ഥ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന ക്രമം പ്രകാരം ക്രമീകരിക്കുക. തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം ഏത് വർഷമാണ്? 1924. ചാന്നാർ ലഹള 1859. പാലിയം സത്യാഗ്രഹം 1947-48 ആണ്. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 1, 4, 3. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. അടുത്ത ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴമെന്ന് അവധ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ച നാട്ടുരാജ്യം ഏതാണ്? അവധാണ്. അവധ്. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം, 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. ഓപ്പറേഷൻ ബാർബറോസ. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമമാണ് ഓപ്പറേഷൻ ബാർബറോസ. അടുത്ത ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത.
നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കൊൽക്കത്ത. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷ് ആണ്. ഭൂമധ്യരേഖയിൽ എന്ത് ബലമാണ്? കോറിയോലിസ് ബലം എത്രയാണ്? 0 0. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? സൺസിൻക്രോണൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? IRS-1A ആണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോണൈസ്ഡ് ഉപഗ്രഹമാണ് IRS-1A. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഏതാണ്? വേമ്പനാട്ടുകായലിൽ പതിക്കാത്ത നദി ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ, പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ. അപ്പോൾ ഇതൊക്കെ ഏത് നദിയിലാണ് പതിക്കുന്നത്? വേമ്പനാട്ടുകായലിലാണ്. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമായ പ്രധാന ബലം. ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം. അടുത്ത ചോദ്യം, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എൽ നിനോയാണ്. എൽ നിനോ. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. PM ആശാ യോജന. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് PM ആശാ യോജന. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തന്നിരിക്കുന്നു. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നിവയെല്ലാം ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാനായിട്ട് ഗവൺമെന്റിന് സാധിച്ചു. ശരിയാണ്. പാവപ്പെട്ടവർക്ക് ഗുണകരമായ രീതിയിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ശരിയാണ്. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, അടുത്ത 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്.
ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. ശരിയാണ്. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതിയിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ശരിയാണ്. അടുത്ത ചോദ്യം, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട് 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം, 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത്. തന്നിരിക്കുന്നു. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ശരി അല്ലാത്ത പ്രസ്താവന: ഉരുക്കു വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തേക്കാൾ കുറവാണ്. ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 3 മാത്രമാണ്. 3 മാത്രം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത്: ആദ്യത്തെ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളുണ്ട്. സവിശേഷതകളിൽ പെടാത്തത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ആദ്യത്തെ ലിഖിത ഭരണ ഏതാണ്? USA-യുടേതാണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാനായിട്ട് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 12 പട്ടികകളുണ്ട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ആമുഖമാണ്. ആമുഖം. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ആമുഖമാണ്. ആമുഖം. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ്. തന്നിരിക്കുന്നു. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസ മൗലികാവകാശം. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ബാലവേല നിരോധനം വകുപ്പ് 24. സ്വത്തവകാശം 300A. അവസര സമത്വം വകുപ്പ് 16. വിദ്യാഭ്യാസ മൗലികാവകാശം 21A.
അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? തന്നിരിക്കുന്നു ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, മൗലിക കടമകൾ വകുപ്പ് 51, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകൾ വകുപ്പ് 51A ആണ്. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അപ്പീൽ അധികാരം, ഉത്തരവുകൾ പുറപ്പെടുവിക്കുവാനുള്ള അധികാരം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഓപ്ഷൻ എ ആണ്. അപ്പീൽ അധികാരവും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരവും. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് പൊതുജനാരോഗ്യമാണ്. പൊതുജനാരോഗ്യം. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭേദഗതി. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91-ാം ഭേദഗതി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുവാനാണ്. തന്നിരിക്കുന്നു PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, LM സിംഗ്വി കമ്മിറ്റി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി. PK തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്ത് റായ് കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, LM സിംഗ്വി കമ്മിറ്റി 1986. അടുത്ത ചോദ്യം, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം. തന്നിരിക്കുന്നത് ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫോർമേഷൻ കേരള മിഷൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം തെറ്റാണ്. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയ ദിനമെന്ന്? നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോകസഭ പാസാക്കിയത് എന്നാണ്? 2023 സെപ്റ്റംബർ 20-നാണ്. 2023 സെപ്റ്റംബർ 20. ഇന്ത്യൻ നിയമ നിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. നിയമ നിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ തന്നിരിക്കുന്നു. 1-ാം വായന റിപ്പോർട്ടിംഗ് ഘട്ടം, 2-ാം വായന കമ്മിറ്റി ഘട്ടം, 3-ാം വായന. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ACDBE. 1-ാം വായന, 2-ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3-ാം വായന. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? തന്നിരിക്കുന്നത് ഹേബിയസ് കോർപ്പസ്, ശരീരം ഹാജരാക്കുക, പ്രോഹിബിഷൻ നിലനിർത്തുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കോവറാൻഡോ എന്ത് അധികാരത്തിൽ? ശരിയായ ജോഡികളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ACD എന്നിവ ശരിയാണ്. ACD. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക,
മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവറാൻഡോ എന്ത് അധികാരത്തിൽ? അടുത്ത ചോദ്യം, 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പെല്ലാഗ്രയാണ്. പെല്ലാഗ്ര. AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ, സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടുന്നത് AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികളാണ്. AB രക്തഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. അതുകൊണ്ടാണ് AB രക്തഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടുന്നത്. പ്ലാസ്മയിൽ ആന്റിബോഡി എയും ബിയും ഇല്ല. അടുത്ത ചോദ്യം, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു പൊട്ടാസ്യമാണ്. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതുവാണ് പൊട്ടാസ്യം. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പരിരക്ഷ. അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. അടുത്ത ചോദ്യം, 1987 വായു ഭേദഗതി നിയമത്തിൽ മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ശബ്ദം, കണികാദ്രവ്യം, ലെഡ്, ഓസോൺ. ഓപ്ഷൻ എ ആണ് ശബ്ദം. അടുത്ത ചോദ്യം, ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. അടുത്ത ചോദ്യം, VE എന്നത് ഭൂമിയുടെ പലായന പ്രവേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു. എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം? ഓപ്ഷൻ എ ആണ് VE = √2VO. അടുത്ത ചോദ്യം, ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം 12 സെന്റിമീറ്റർ. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കൽ ദൂരം 12 സെന്റിമീറ്റർ. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്? ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തന്നിരിക്കുന്നതോ ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ പറഞ്ഞവ എല്ലാം ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അടുത്ത ചോദ്യം,
താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6 കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു കഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന് pH മൂല്യം 7 കൂടുതലാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ശരിയായവ 1ഉം 2ഉം. അടുത്ത ചോദ്യം. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമമാണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചാൾസ് നിയമം. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്ര? 108 ഗ്രാം. 108 ഗ്രാം. അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് ഏത് വർഷം? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് 2019 2019 അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് 2019. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളറാണ് IM വിജയൻ. IM വിജയൻ. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ സലീം കുമാറാണ്. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആടുജീവിതം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായ ക്രിക്കറ്റർ MS ധോണിയാണ്. MS ധോണി. ഇനി വരുന്നത് 10 മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ ആണ്. ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ അതേ നീളമുള്ള വശങ്ങളോട് കൂടിയ ഒരു സമഷഡ്ഭുജത്തിന്റെ പരപ്പളവ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 96√3 സെന്റിമീറ്റർ സ്ക്വയർ. 52. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 6/5. 53. ഉത്തരം 189. 54. ഓപ്ഷൻ ബി 1760. 55. ഓപ്ഷൻ സി ആണ്, 2400. 56. ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 3.45. 57. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 0. 58. ഓപ്ഷൻ എ 2. 59. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2. 60. ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അനിത റെയർലി ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഡസ് ഷീ. ഇഫ് ഐ ഡാഷ് ദ പ്രോജക്റ്റ് ഹെഡ് I could have made you as my secretary. Had been. If I had been the project head, I could have made you as my secretary. Never dash heard such a story. Never have I heard such a story. Change the sentence into passive voice. Niharika can solve the crisis.
The crisis can be solved by Niharika. Every one of the players dash invited for the party. Was. Which word is misspelled? Option C ആണ് promiscuous. PROMI ആണ് വരുന്നത്. PROMISCUOUS. He is a big cheese. Diana told me. Big cheese means an influential person. The thieves plan to dash the Bank of Pune. Make away with. The thieves plan to make away with the Bank of Pune. She is suffering from thanatophobia. The word thanatophobia means fear of death. The antonym of the word callous is compassionate. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. ലോഭസന്ധിക്ക് ഉദാഹരണം കണ്ടെത്തി എഴുതുക. ലോഭസന്ധി. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വന്നില്ല. നദി എന്ന പദത്തിന് സമാനമായ പദം. നദി. വാഹിനി. ശരിയായ പദം കണ്ടെത്തി എഴുതുക. ഉത്തരം തിരശ്ചീനം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം താങ്കൾ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ദിദൃക്ഷു. ദിദൃക്ഷു. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഓടിക്കുന്നു. ആരോഹണം എന്ന വാക്കിന്റെ വിപരീത പദം അവരോഹണം. അയവിറക്കുക എന്ന ശൈലിയുടെ അർത്ഥം വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. വിൺ പ്ലസ് തലം ചേർത്തെഴുതിയാൽ ഓപ്ഷൻ ബി വിണ്ടലം. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് പുല്ലിംഗ ശബ്ദം കണ്ടെത്തി എഴുതുക. മിടുക്കൻ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ആ ഒരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. 81ാമത്തേത്. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ജലം. താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. 1 യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ആണ് വിശിഷ്ട താപധാരിത. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? സ്റ്റാർവേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? വികിരണമാണ്. റേഡിയേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണരൂപം എന്ത്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണരൂപം എന്ത്? പുൾ എയിംസ് ക്യൂസ് ആൻഡ് സ്വീപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏതാണ്? ഫോം ആണ്. ഫോം. പദം. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ അത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGക്കൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥമാണ് എഥൻഡിയോൾ അല്ലെങ്കിൽ ഈഥൈൽ മെർക്യാപ്റ്റൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRന്റെ ശരിയായ പൂർണ്ണരൂപം. CPR.
ഓപ്ഷൻ സി ആണ് കാർഡിയോ പൾമോണറി റെസസിറ്റേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം ഏത്? ഓപ്ഷൻ എ ആണ് ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് എന്താണ്? അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യം ഏത്? കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ്. ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടും എടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിന്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്ത്? ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടിയേറ്റതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽ കാണിച്ചിരിക്കുന്നവ എല്ലാം. പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിന്റെ പാടുകൾ, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, കടിയേറ്റ ഭാഗത്ത് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും മനം പുരട്ടലും ഛർദിയും. മുറിവിൽ നിന്ന് രക്തം ശക്തിയെ പുറത്തേക്ക് തെറിക്കുകയും ആയത് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തിയിരിക്കുക. അവസാനത്തെ ചോദ്യമാണ്. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏതാണ്? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.